ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ജസ്റ്റ് ഫിനിഷ്ഡ് ദ പോയം മെൻറ്റിംഗ് വാൾ. അപ്പോൾ മെൻറ്റിംഗ് വാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഇന്ന് ഞാനിതിൻ്റെ കൂടെ ഏറ്റവും അവസാനത്തിൽ നിങ്ങളുടെ ഫോളോ അപ്പ് ആക്ടിവിറ്റിയായി തരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ഒരു സമ്മറി അപ്രീസിയേഷൻ ഞാൻ നിങ്ങൾക്ക് PDF ആക്കിയിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഹൊരകല്ലുവിലുള്ള PDF നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ കൂടെ കൂട്ടി ശനി ഞായർ ദിവസങ്ങളാണല്ലോ നമ്മുടെ ഹോംവർക്കുകൾ നോട്ട്സുകൾ നൽകേണ്ട ദിവസം. ആ ദിവസത്തിൽ നിങ്ങൾക്ക് നൽകും. ഓക്കെ. അപ്പോൾ മെൻറ്റിംഗ് വാൾ എന്ന് പറയുന്ന ഈ പോയത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമായിട്ടും 8 മാർക്കിന് ചോദിക്കുന്ന കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ച കവിതയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി സാമ്യതയുള്ള മറ്റൊരു കവിതയും തന്നിട്ടുണ്ടാകും. എന്നിട്ട് അതിനെ രണ്ടിനും കൂടെ കമ്പയർ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഒരു എളിയ ഒരു അപ്രീസിയേഷൻ നൽകാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറ്റതിനെ പുതിയ കിട്ടാൻ പോകുന്ന പരീക്ഷാ പേപ്പറിലെ കവിതയെ കമ്പയർ ചെയ്യാവുന്നതാണ്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് അമിഗോ ബ്രദേഴ്സ്. അമിഗോ നിങ്ങൾ കേട്ട വാക്കാണ് അമിഗോ അല്ലേ? അമിഗോ എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ. അമിഗോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പാനിഷ് വേർഡ്. ശരിക്കും ഒരു സ്പെയിൻ ഭാഷയാണ് അമിഗോ എന്ന് പറയുന്ന വാക്ക്. അമിഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫ്രണ്ട് എന്നാണ്. സോ അമിഗോ ബ്രദർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രദർ, സഹോദരങ്ങളായ കൂട്ടുകാർ. ഓക്കെ. ഫ്രണ്ട്സ് ബ്രദേഴ്സ് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നല്ല സഹോദരങ്ങളെ പോലെയുള്ള 2 കൂട്ടുകാർ. ഇത് പിരി തോമസ് എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് നമ്മൾ ഈ കഥയുടെ അവസാനത്തിൽ പറയാം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ത്രില്ലിംഗ് സ്റ്റോറി വിത്ത് സസ്പെൻസ്. ഇങ്ങനെ നല്ല സസ്പെൻസും നല്ല ഇൻട്രസ്റ്റൊക്കെ ഉള്ള നല്ല രസകരമായ ഒരു കഥയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിലേക്ക് വേണ്ട എല്ലാവിധ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാം. ഞാൻ കഥയിലേക്ക് വരാം. മറ്റു ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ലെറ്റ്സ് കം ടു ദ സ്റ്റോറി. ലെറ്റ്സ് റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് were both 17 years old. They were so together in friendship that they felt themselves to be brothers. They had known each other since childhood, growing upon the Lower East Side of Manhattan in the same building. നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ്, ഈ പേരുകൾ മറന്നു പോകരുത്. ദേ ആർ ദ സെൻട്രൽ ഫിഗേഴ്സ് ഇൻ ദിസ് സ്റ്റോറി. ഇവരാണ് പ്രധാനപ്പെട്ട ആളുകൾ. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് വെർ ബോത്ത്, അവർ 2 പേരും 17 years old, 17 വയസ്സ് പ്രായമായിട്ടുണ്ട്. നിങ്ങളുടെ അതേ പ്രായം, 2 പേർക്കും 17 വയസ്സ് പ്രായം. ശ്രദ്ധിക്കട്ടോ, നിങ്ങളുടെ അതേ പ്രായമുള്ള ആളുകളുടെ കഥയാണ്. അപ്പോൾ ഒരു ആവേശം ഉണ്ടാവണം നിങ്ങൾക്ക് കേൾക്കാൻ. They were so together in friendship. They were so together. അവർ 2 പേരും ഒരുമിച്ചാണ്. ഇൻ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ കൂട്ടുകെട്ടിൽ അവർ 2 പേരും ഒന്നാണ്, ഒരുമിച്ചാണ്. എല്ലാം അല്ലേ? ചില കുട്ടികളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ക്ലാസ്സിൽ, സ്കൂൾക്ക് വരുന്ന ഒരുമിച്ചായിരിക്കും. ഇനി ഇവർ പ്രിൻസിപ്പളെ കാണാൻ അല്ലെങ്കിൽ ഫീസ് അടക്കാൻ പോകുന്നത് അതും ഒരുമിച്ചായിരിക്കും.
പിന്നെ ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ പോകുന്നത് ഒരുമിച്ചായിരിക്കും. അതുപോലെ ഇനി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്നത് ഒരുമിച്ചായിരിക്കും. വെള്ളം കുടിക്കാൻ പോകുന്ന ഒരുമിച്ചായിരിക്കും അല്ലേ. ഇനി പരിപാടിക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അത് ഒരേ ഡ്രസ്സായിരിക്കും. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതും ഒരുമിച്ചായിരിക്കും. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഊക്കാണത് അല്ലേ. ഇതേപോലെ ദേ വർ സോ ടുഗെദർ ഇൻ ഫ്രണ്ട്ഷിപ്പ്. ഇവരുടെ കൂട്ടുകെട്ടിൽ ഇവർ ഭയങ്കര എല്ലാത്തിനും ഒരുമിച്ചാണ്. ദാറ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ദ ഫെൽറ്റ് അവർക്ക് തോന്നാറുണ്ട് ദംസെൽസ് അവരെക്കുറിച്ച് ടു ബി ബ്രദേഴ്സ് അവർ സഹോദരങ്ങളാണ് എന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് കൂട്ടുകാരായ സഹോദരന്മാർ. ശരിക്കും അവർ സഹോദരന്മാരല്ല, അല്ലെങ്കിൽ സഹോദരന്മാരായ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ പറയാം. ആക്ച്വലി ബൈ ബർത്ത് ദേ ആർ നോട്ട് ബ്രദേഴ്സ്. അവർ ഒരേ ബ്ലഡ് അല്ല, അവർ ജന്മം കൊണ്ട് സഹോദരങ്ങളല്ല. പക്ഷേ അവരുടെ കൂട്ടുകെട്ടിൻ്റെ ഊക്കുകൊണ്ട് അവർ എപ്പോഴും എന്തിനും ഏതിനും എല്ലാത്തിനും ഒരുമിച്ചായതുകൊണ്ട് അവർക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെക്കുറിച്ച് തോന്നാറുണ്ട്, ശരിയാണ്, നമ്മൾ സഹോദരന്മാരെ പോലെയാണ്. ദേ ഹാഡ് നോൺ ഈച്ച് അതർ. ദേ ഹാഡ് നോൺ അവർക്കറിയാം, ഈച്ച് അതർ പരസ്പരം അറിയാം. സിൻസ് ഏത് മുതലാ? ചൈൽഡ്ഹുഡ് ചെറുപ്പം മുതലേ അവർക്ക് പരസ്പരം അറിയാം. എങ്ങനെ അറിയാമെന്നറിയോ? ഗ്രോയിങ് അപ്പ് അവർ വളർന്നത് ഓൺ ദ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലോവർ ഈസ്റ്റ് സൈഡ് അതൊരു ഏരിയയാണ് അല്ലേ. പൂക്കളത്തൂരിൽ എന്താ പറയുക, സ്കൂൾ പടി, അതുപോലെ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന മാൻഹട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോവർ ഈസ്റ്റ് സൈഡിൽ ഒരുമിച്ച് വളർന്നവരാണ് ഇവർ. ഇൻ ദ സെയിം ബിൽഡിംഗ്, ഒരേ ബിൽഡിങ്ങിൽ, ഒരേ ഫ്ലാറ്റിൽ, ഒരേ ബിൽഡിങ്ങിൽ ഒരുമിച്ച് വളർന്ന രണ്ട് കൂട്ടുകാരായതുകൊണ്ട് തന്നെ ദ ഫെൽറ്റ് ദംസെൽസ് ടു ബി ബ്രദേഴ്സ് അവർക്ക് അവരെ കൂട്ടുകാരെ പോലെ സഹോദരങ്ങളെപ്പോലെ തോന്നാറുണ്ട്. അപ്പം അന്റോണിയോ ക്രൂസിനെ കുറിച്ചും ഫെലിക്സ് വർഗാസിനെ കുറിച്ചും പറഞ്ഞു. ഇവരെക്കുറിച്ച് ഇവരുടെ പേരുകൾ ഒരിക്കലും മറക്കരുത്. ഇനി ഇവർ തമ്മിൽ there are some slight differences. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. രണ്ടും സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ഇവർക്കുള്ള വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അല്ലേ. എന്താണ് വ്യത്യാസം നോക്കാം. അന്റോണിയോ വാസ് ഫെയർ. അന്റോണിയോ നല്ല വെളുത്ത് സുന്ദരനാണ് അന്റോണിയോ. ഓക്കെ, ഫെയർ എന്ന് പറഞ്ഞാൽ വെളുപ്പുള്ളവന് സുന്ദരൻ എന്നൊക്കെ പറയാം. അന്റോണിയോ വാസ് ഫെയർ. ലീൻ മെലിഞ്ഞവനാണ്. ആൻഡ് ലാംഗി എന്ന് പറഞ്ഞാൽ നല്ല നീണ്ട് മെലിഞ്ഞ ആളുകളാണ് ലാംഗി എന്ന് പറയുക. അപ്പോൾ തടിയില്ലാത്ത നല്ല നീണ്ട് മെലിഞ്ഞ നല്ല സുന്ദര കുട്ടപ്പനാണ് ആര്? അന്റോണിയോ. വൈൽ അതേസമയം ഫെലിക്സ് വാസ് ഡാർക്ക്. ഫെലിക്സ് നല്ല ഇരുണ്ടവനാണ് എന്ന് പറഞ്ഞാൽ നല്ല കറുത്തവനാണ്. ഷോർട്ട് നീളമില്ലാത്തവനാണ്. ആൻഡ് ഹസ്കി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയ നല്ല കരുത്തനാണ്. ഓക്കെ, അപ്പം അന്റോണിയോ നല്ല വെളുത്തവനും ഫെലിക്സ് കറുത്തവനും. അതുപോലെ അന്റോണിയോ തടിയില്ലാത്തവൻ, ഫെലിക്സ് കുള്ളനല്ല നീളമില്ലാത്തവൻ. ആൻഡ് അന്റോണിയോ ലാംഗി എന്ന് പറഞ്ഞാൽ നല്ല മെലിഞ്ഞ നീളമുള്ള ആൾ. അതേസമയം ഫെലിക്സ് നല്ല സ്ട്രോങ് ആയ ആൾ. ഓക്കെ, അന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. ഇനി അന്റോണിയോയുടെ മറ്റു പ്രത്യേകത, അന്റോണിയോയുടെ മുടിയുണ്ടല്ലോ, വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. എപ്പോഴും ഇവൻ്റെ കണ്ണിൻ്റെ മേലൂടെ ഇങ്ങനെ വീണ് കിടക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും, മുടിയുടെ നെറ്റീൻ്റെ മേലെ എന്താ പറയുക, മുടീൻ്റെ അവിടെ ഒരു കഷ്ണം മുറിക്കും. ആ കഷ്ണം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടീൻ്റെ ഒരു പോർഷൻ നേരെ നെറ്റിമക്കൂടെ കണ്ണുമൊക്കാണ് പോകും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ അത് സ്റ്റൈലാക്കലാണ് അല്ലേ. ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്തിട്ട് ചെവിൻ്റെ അവിടെ കൊണ്ടുപോയി തിരികെ വെക്കുക. അതുപോലെ അന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അവൻ്റെ കണ്ണിൻ്റെ മേലൂടെ എപ്പോഴും ഇങ്ങനെ വീണിട്ടുണ്ടാവുക. വൈൽ അതേസമയം ഫെലിക്സിൻ്റെ ആവട്ടെ വോർ ഹിസ് ബ്ലാക്ക് ഹെയർ. അവൻ്റെ ഈ കറുത്ത മുടി എങ്ങനെയാണ് അവൻ വെച്ചിട്ടുള്ളത്? ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. ശരിക്കും പ്രകൃതിദത്തമായ
ആഫ്രോ, ആഫ്രിക്കൻ ആളുകളുടെ സ്റ്റൈലാണ് ഇവനുള്ളത്. കണ്ടിട്ടില്ലേ ആഫ്രിക്കൻ കറുത്ത ആളുകൾ. അപ്പോൾ ഇവനൊരു ആഫ്രിക്കൻ സ്റ്റൈൽ, ഒരു ആഫ്രിക്കൻ വംശജനാണ്. മാത്രമല്ല ഇവൻ്റെ മുടി എന്ന് പറയുന്നത് ശരിക്കും ആഫ്രിക്കക്കാരെ പോലെ തന്നെ ചുരുണ്ട് ഇങ്ങനെ ആഫ്രിക്കക്കാരെങ്ങനെയാണോ മുടി നിർത്താറുള്ളത് ആ സ്റ്റൈലിലാണ്. അതേസമയം അന്റോണിയോയുടെ മുടി എന്ന് പറയുന്നത് നല്ല നീളമുണ്ട്. മാത്രമല്ല ഇവൻ്റെ മുടി ഇങ്ങനെ എപ്പോഴും കണ്ണിൻ്റെ മേലിലൂടെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം. ഈച്ച് യങ്സ്റ്റർ, ഈ ഓരോ ചെറുപ്പക്കാർക്കും ഓരോ ഈ ചെക്കന്മാർക്കും ഹാഡ് എ ഡ്രീം, ഒരു സ്വപ്നമുണ്ട്. രണ്ടാൾക്കും ഓരോ സ്വപ്നമുണ്ട്. എന്താ രണ്ടാൾ ഒരേ സ്വപ്നമാണ്? ഓഫ് സം ഡേ, ഒരു ദിവസം ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആവുക. ലോകത്തിൻ്റെ ഒരു ലൈറ്റ് വെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈറ്റിങ്ങിലെ ലൈറ്റ് വെയ്റ്റ് ഫൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോകത്ത് ലൈറ്റ് വെയ്റ്റ് ഫൈറ്റിങ്ങിൽ ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് ഈ രണ്ടാളുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്വപ്നം. എവ്രി ചാൻസ് ദ ഹാഡ്, ഓരോ അവസരം കിട്ടുമ്പോഴും ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, ഈ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യും? നന്നായി വർക്കൗട്ട് ചെയ്യും, നന്നായി പ്രയത്നിക്കും, നന്നായി പ്രാക്ടീസ് ചെയ്യും. സംടൈംസ്, ചില സമയങ്ങളിൽ അറ്റ് ദ ബോയ്സ് ക്ലബ്, ചിലപ്പം ബോയ്സ് ക്ലബ്ബിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് സംടൈംസ്, മറ്റു ചില സമയങ്ങളിൽ അറ്റ് ദ ജിമ്മിലായിരിക്കും. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ദേ വിൽ പ്രാക്ടീസ്, അവർ നന്നായി വർക്കൗട്ട് ചെയ്യും. കാര്യം എന്താ? അവർക്ക് വലിയൊരു സ്വപ്നമുണ്ട് അല്ലേ? എന്താണ്? ലോകത്ത് ലോകത്തിൻ്റെ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനായിട്ട് മാറുക എന്നുള്ള സ്വപ്നം. അപ്പോൾ അതിന് വേണ്ടി കിട്ടുന്ന സമയത്തൊക്കെ അവരെന്ത് ചെയ്യും? നന്നായി പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ അത് ബോയ്സ് ക്ലബ്ബിലായിരിക്കും, ചിലപ്പം ജിമ്മിലായിരിക്കും. ഏർലി മോർണിംഗ് സൺറൈസസ് വുഡ് ഫൈൻഡ് ദം റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്. ഏർലി മോർണിംഗ് സൺറൈസസ്, അതിരാവിലെയുള്ള സൂര്യോദയം, വുഡ് ഫൈൻഡ് ദം, അവരെ കാണും എന്ന് പറഞ്ഞാൽ സൂര്യ ഉദിക്കുമ്പം തന്നെ അവരെ കാണുന്നത് എങ്ങനെയാണ്? റണ്ണിങ് അലോങ് ദ ഈസ്റ്റ് റിവർ ഡ്രൈവ്, ഈസ്റ്റ് റിവർ ഡ്രൈവിൽ അല്ലെങ്കിൽ പുഴ തീരത്ത് ഇങ്ങനെ ഓടുന്നതായിരിക്കും കാണുക. അപ്പോൾ ഇവർ എപ്പോഴും സമയം കിട്ടിയാൽ പ്രാക്ടീസ് ചെയ്യും എന്ന് പറഞ്ഞതിന് കൂടെ തന്നെ പറയുന്നു, അതിരാവിലകളിൽ എണീറ്റാൽ സൂര്യോദയത്തിൻ്റെ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? ഇവർ ഓടുന്നതാ. എങ്ങനെ ഓടുക? റാപ്ഡ് ഇൻ സ്വെറ്റ് ഷർട്ട്സ്, റാപ്ഡ് പൊതിഞ്ഞിട്ടുണ്ടാകും, ഇൻ സ്വെറ്റ് ഷർട്ട്സ്, നല്ല വിയർത്തൊലിച്ച, സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, വിയർത്ത ഷർട്ടുകൾ കൊണ്ട് അവരെ പൊതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഷർട്ടൊക്കെ വിയർത്തിട്ടുണ്ടാകും. ആൻഡ് ഷോർട്ട് ടവൽസ് അറൗണ്ട് ദെയർ നെക്സ്, അതുപോലെ തന്നെ അവരുടെ കഴുത്തിൻ്റെ ചുറ്റും ചെറിയ ടവൽ ചുറ്റിയിട്ടുണ്ടാവും. ഓക്കെ, തണുപ്പ് ഒക്കെ കാരണമായിരിക്കും ഇവർ രാവിലെ തന്നെ എണീറ്റ് ഓടുന്ന സമയത്ത് നന്നായിട്ട് വിയർത്തിട്ടുണ്ടാകും. വൈൽ, അതേസമയം സം യങ്സ്റ്റേഴ്സ്, മറ്റു ചെറുപ്പക്കാരൊക്കെ വേർ ഇൻ ടു സ്ട്രീറ്റ്, അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന സമയമായിരിക്കും. നെഗറ്റീവ്സ്, വിത്ത് നെഗറ്റീവ് മൈൻഡ്, അതായത് നെഗറ്റീവ് ചിന്തകളോട് കൂടിയാണ്. ഇത്തരം ആവേശമൊന്നും ഉണ്ടാവാറില്ല. അന്റോണിയോ ആൻഡ് ഫെലിക്സ് സ്ലെപ്റ്റ്, അന്റോണിയും ഫെലിക്സും ഉറങ്ങുന്നത് എയ്റ്റ് ആൻഡ് റാപ്ഡ്, പിന്നെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ, ആൻഡ് ഡ്രംറ്റ് പോസിറ്റീവ്, സ്വപ്നം കാണുന്നതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ ഇവർ ബാക്കിയുള്ള ആളുകളൊക്കെ ഭയങ്കര നെഗറ്റീവായിരിക്കും, പക്ഷേങ്കിൽ അന്റോണിയും ഫെലിക്സും മുഴുവൻ കാര്യത്തിലും വളരെ പോസിറ്റീവാണ്. ബിറ്റ്വീൻ ദം, അവർക്കിടയിലുണ്ട്, അവർക്കുണ്ട് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്. ഫൈറ്റ് മാഗസിൻസിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഈ സ്പോർട്സിലൊക്കെ വലിയ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സ്പോർട്സിൽ ഭയങ്കര താല്പര്യമുള്ള ആളുകൾ, അവരുടെ കയ്യിൽ സ്പോർട്സ് മാഗസിൻസിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടാവും. മാതൃഭൂമി സ്പോർട്സ്, മനോരമ സ്പോർട്സ്, ഇതൊക്കെ ഇവർ സൂക്ഷിച്ച് വെക്കും. അതിൽ നല്ല സ്പോർട്സ് വാർത്തകളുണ്ടാകും, അല്ലെങ്കിൽ നല്ല ചിത്രങ്ങളുണ്ടാകും. ഇതൊക്കെ ഭയങ്കര ആവേശത്തിൽ. അതുപോലെ വണ്ടിപ്രാന്തന്മാരുണ്ടാവും. വണ്ടിപ്രാന്തന്മാരെന്ന് പറഞ്ഞാൽ വണ്ടിയോട് അതിയായ ആഗ്രഹമുള്ള ആളുകൾ. അവരിതുപോലെ വണ്ടി മാഗസിൻ, അതായത് ഫാസ്റ്റ് ട്രാക്ക് പോലെയുള്ള മാഗസിൻസൊക്കെ വാങ്ങിച്ചിട്ട് പുതിയ വണ്ടികളെക്കുറിച്ച് പഠിക്കുന്നു, ആ വണ്ടികളെ ചിത്രം വെട്ടിയെടുക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കര ആവേശമുള്ള ആളുകൾ. അപ്പോൾ ഇവർക്ക് ശരിക്കും ആവേശം ഫൈറ്റിലാണ്, ലൈറ്റ് വെയ്റ്റ് ഫൈറ്റിങ്ങിലാണ് അല്ലേ, ബോക്സിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഒരു കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസിൻസ്, ഒരു ഫൈറ്റ് മാഗസിൻസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ എ സ്ക്രാപ്പ് ബുക്ക്, ഒരു പഴയ പുസ്തകമുണ്ട്, ഫിൽഡ് വിത്ത് ടോൺ ടിക്കറ്റ്സ്,
ആ പുസ്തകം മുഴുവൻ ഇവർ നിറച്ചിട്ടുണ്ട് വിത്ത് ടോൺ കീറിയ ടിക്കറ്റുകൾ ടു എവറി ബോക്സിംഗ് മാച്ചസ് ദേ ഹാഡ് എവർ അറ്റൻഡ്. അവർ പങ്കെടുത്തിട്ടുള്ള എല്ലാ ബോക്സിംഗ് മാച്ചസിൻ്റെയും കീറിയ ടിക്കറ്റുകൾ ഇവർ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ പങ്കെടുത്ത പരിപാടികളുടെയൊക്കെ എന്താ പറയുക, പരിപാടികളിൽ നമുക്ക് ടാഗ് കിട്ടൂലേ, വോളണ്ടിയേഴ്സ് കാർഡ്, ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക. ഇത്തരത്തിൽ ഇവർ പങ്കെടുത്ത എല്ലാ ബോക്സിംഗ് മാച്ചുകളുടെയും ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രി പാസ് അത് കീറിയിട്ടുണ്ടാവും അല്ലേ, ഒരു കഷ്ണം അവിടെ കമ്മിറ്റീൻ്റെ കയ്യിലും ഒരു കഷ്ണം അവരുടെ കയ്യിലായിരിക്കും. അതൊക്കെ ഇവർ ഒരു പുസ്തകത്തിൽ എടുത്ത് വെക്കും. ആൻഡ് സം ക്ലിപ്പിങ്സ് ഓഫ് ദെയർ ഓൺ, അത് മാത്രമല്ല അവരുടെ തന്നെ സ്വന്തം ഫൈറ്റുകളുടെ കുറച്ച് ക്ലിപ്പിങ്സുകൾ, ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടൊക്കെ ചെറിയ ക്ലിപ്പിങ്സുകളും ഇവരുടെ കയ്യിലുണ്ട്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് അല്ലെങ്കിൽ ബോക്സിങ്ങിന് ഇഷ്ടപ്പെടുന്നു, മാത്രമല്ല അവർക്ക് അതിനോട് വല്ലാത്തൊരു പാഷൻ, ആവേശമുണ്ട് എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, നൗ ഇപ്പോൾ ഇനിയാണ് കഥയിലേക്ക് കടക്കുന്നത്. ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, ആഫ്റ്റർ എ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഓക്കെ, ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, ഒരു എലിമിനേഷൻ പരമ്പരകൾക്ക് ശേഷം. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ബൗട്ട്, ഒരു മിനിറ്റ്, ബൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിംഗ് കോൺടെസ്റ്റ്. സോ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, ഈ ഒരു എന്താ പറയുക, ബൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോക്സിംഗ് കോൺടെസ്റ്റുകൾ. അതായത് ഒരു ബോക്സിംഗ് കോൺടെസ്റ്റിൻ്റെ എലിമിനേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ സംഗീത മത്സരങ്ങളിലൊക്കെ എലിമിനേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ. അതായത് തുടക്കത്തിൽ 30 ആളൊക്കെ ഉണ്ടാവും മത്സരിക്കാൻ, പിന്നെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പുറത്താക്കി അവസാനം ഒരാൾ ഫൈനലെത്തും. ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, ഒരു എലിമിനേഷൻ പരമ്പര, അതായത് ഈ പറയുന്ന എന്താ പറയുക, ബോക്സിംഗ് കോൺടെസ്റ്റിലെ എലിമിനേഷൻ പരമ്പരകൾക്ക് ശേഷം, ബോക്സിംഗ് മത്സരത്തിലെ പുറത്താക്കൽ പരമ്പരയ്ക്ക് ശേഷം, ദേ ഹാഡ് ബീൻ ഇൻഫോംഡ്, അവരെ അറിയിച്ചു, ദാറ്റ്, എന്താ അറിയിച്ചത്, ദേ വേർ ടു മീറ്റ് ഈച്ച് അതർ ഇൻ ദ ഡിവിഷൻ ഫൈനൽസ്. ഇവർ മത്സരിച്ചിരുന്ന ആ മത്സരത്തിൻ്റെ ഫൈനലിൽ അവരാണ് തമ്മിൽ ഏറ്റുമുട്ടേണ്ടത് എന്ന് അവരറിയിച്ചു. ആൻഡ് ദാറ്റ് വെർ ഷെഡ്യൂൾഡ്, ആ മത്സരം ഷെഡ്യൂൾ ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ സമയക്രമങ്ങളൊക്കെ ആക്കി വെച്ചതെന്ന ഫോർ ദ 7th of August, ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. 2 weeks away, 2 ആഴ്ചക്ക് മുമ്പ്, the winner to represent the boys club in the Golden Gloves Championship tournament. അതായത് ഇതിലെ വിന്നറായി വരുന്ന ആൾ 2 ആഴ്ചകൾക്ക് ശേഷം ഈ പറയുന്ന ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ ടൂർണമെൻറ്റിൽ പ്രതിനിധീകരിക്കേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നൗ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ ബൗട്ട്സ്, ഒരു എലിമിനേഷൻ പരമ്പരകൾക്ക് ശേഷം, അതായത് ഒരു ബോക്സിംഗ് കോൺടെസ്റ്റിലെ മത്സരത്തിലെ എലിമിനേഷൻ പരമ്പരകൾക്ക് ശേഷം, ദേ ഹാഡ് ബീൻ ഇൻഫോംഡ്, അവരെ അറിയിച്ചു, ദാറ്റ് ദേ വേർ ടു മീറ്റ് ഈച്ച് അതർ ഇൻ ദ ഡിവിഷൻ ഫൈനൽസ്, ഇവരാണ് ഇനി തമ്മിൽ ഏറ്റുമുട്ടേണ്ടത് ഈ മത്സരത്തിൻ്റെ ഫൈനലിൽ. അപ്പോൾ കുറേ പലരെയും പുറത്താക്കി പലരോടും മത്സരിച്ച് ജയിച്ച് വന്ന് അവരുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന തോറ്റ ആളുകളൊക്കെ പുറത്തായി അവസാനം ഫൈനലെത്തിയപ്പോൾ അവർ തമ്മിലാണ് ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടത് എന്നുള്ള കാര്യം അവരറിയിച്ചു. എന്നിട്ടോ അങ്ങനെ അറിയിച്ചു. മാത്രമല്ല, ദാറ്റ് വെർ ഷെഡ്യൂൾഡ്, ആ ഒരു മത്സരം, ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഫോർ ദ 7th August, ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. മാത്രമല്ല 7-ാം തീയതി ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 weeks away, the winner to represent the boys club in the Golden Glove Championship tournament. അതായത്
ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ഇതിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഒരു ബോക്സിംഗ് മത്സരത്തിൽ ഈ പറയുന്ന ഇതിൽ ജയിക്കുന്ന ആൾ അവരുടെ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചിട്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. ഈ മത്സരം എപ്പോഴാണ് വരിക? ഓഗസ്റ്റ് 7-ാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത 2 ആഴ്ചകൾക്ക് ശേഷം. അപ്പം മത്സരത്തിൽ ജയിക്കുന്ന ആൾ, ഈ ഫൈനൽ മത്സരത്തിൽ ജയിക്കുന്ന ആൾ 2 ആഴ്ചകൾക്ക് ശേഷം എന്ത് ചെയ്യണം? ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ അവരുടെ ക്ലബ്ബായ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചിട്ട് പങ്കെടുക്കണം. സംഗതി കിട്ടിയോ? അതായത് ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. ഇവരിപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മത്സരം കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ അതിലേക്കുള്ള ആളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഇവരിപ്പോൾ മത്സരിക്കുന്ന മത്സരത്തിലെ വിജയിയെ വെച്ചിട്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം? ഇവരിപ്പോൾ മത്സരിക്കുന്ന മത്സരത്തിൽ ഫൈനലിൽ മത്സരിക്കുന്ന 2 ആളുകൾ എന്ന് പറയുന്നത് ഇവർ 2 പേരുമാണ്. അതായത് അന്റോണിയോയും ഫെലിക്സുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ളത്. The 2 boys continue to run together along the East River Drive. അപ്പോൾ ഈ മത്സരം ഫൈനൽ ഇവരാണ് പങ്കെടുക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം the 2 boys continued, ഈ 2 കുട്ടികളും തുടർന്നു to run together, അവർ ഒരുമിച്ചുള്ള ഓട്ടം along the East River Drive, ആ ഈസ്റ്റ് റിവർ ഡ്രൈവിലൂടെ, അതായത് ഈസ്റ്റിലെ പുഴതീരത്തിലൂടെയുള്ള അവരുടെ ഓട്ടം അവർ തുടർന്നു. അവർ സംഗതി 2 ആളുമാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. അവർ പഴയ പോലെ തന്നെ ഓടാനൊക്കെ തുടങ്ങി. ബട്ട് ഓടുന്നുണ്ടെങ്കിലും ഈവൻ വെൻ ജോക്കിംഗ് വിത്ത് ഈച്ച് അതർ, പരസ്പരം തമാശ പറയുന്നുണ്ടെങ്കിലും ദേ ബോത്ത് സെൻസ്ഡ്, അവർ 2 പേരും മനസ്സിലാക്കി എ വാൾ, ഒരു മതിൽ, റൈസിങ് ബിറ്റ്വീൻ ദം, അവർക്കിടയിലൂടെ ഒരു മതിൽ ഉയർന്നു വരുന്നത് അവർ 2 പേരും മനസ്സിലാക്കി. അതായത് ഇവർ 2 പേരുമാണ് ഇനി ഫൈനലിൽ മത്സരിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഈ ഫൈനലിൽ മത്സരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ തമാശ പറയുന്നുണ്ട്, എന്നാലും അവർക്കിടയിൽ ഒരു മതിലിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ടായി വരുന്നുണ്ട്. സംഗതി എന്താ? തമാശ പറയാണെന്ത് ഇപ്പോൾ എനിക്ക് ഇന്നേക്കാൾ ഹൈറ്റ് ഇല്ലടാ, അതുകൊണ്ട് എനിക്കെന്നെ വളരെ എളുപ്പത്തിൽ ഇടിച്ച് തള്ളിയിടാൻ കഴിയും. ആ മറ്റവൻ പറയാണ്, ഇജൊന്ന് പൊയ്ക്കവിടുന്ന്, എൻ്റെക്കാട്ടിലും കരുത്ത് എനിക്ക് സ്ട്രോങ് ചെയ്യാണ്, അപ്പോൾ ഈ എന്നെ മറിച്ചിടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ കാണിച്ചരടാ, ഈ മത്സരത്തേക്ക് വാടാ, ശരിയാക്കി തരടാ. ഇങ്ങനെ ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയ മതിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഓക്കെ, അതൊരു ഗ്യാപ്പ്. അങ്ങനെയല്ലേ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് 2 കൂട്ടുകാർ തമ്മിൽ ഭയങ്കര മത്സരമാണെന്ന് വിചാരിച്ചോളി. ക്വിസ് കോമ്പറ്റീഷനാണ്, ഈ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർ 2 പേരുമാണ് ഫൈനലിലെത്തിയത്. ഇവരിൽ 2 ജയിക്കുന്ന ആൾ അവസാനം വിന്നറാകും എന്ന് പറഞ്ഞ് ഒരു ദിവസം പിറ്റത്തെ ദിവസമാണ് ടെസ്റ്റെങ്കിൽ, മത്സരമെങ്കിൽ തലേന്ന് ഇവർ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കില്ല. അവൻ്റെ വിള അല്ലെങ്കിൽ അവൻ്റെ വിന ഞാനൊന്നും പഠിച്ചിട്ടില്ലടാ, ഈ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഉള്ളിലെന്തായിരിക്കും? അവനെങ്ങനെ തോൽപ്പിക്കണം എന്നായിരിക്കും. ഇതേപോലെ ഇവർക്കിടയിൽ ഒരു മതിലുണ്ടായി വന്നു. ഓക്കെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ചാപ്റ്റർ. ഇനി നമ്മളെ ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റിയിലേക്ക് വരാം. ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ നിങ്ങൾക്ക് തരും, പക്ഷേ അതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് നിങ്ങളുടെ ഒരു ആൻസർ തരണം. ഇതാണ് വെൻഡിങ് വാളിലെ ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 7 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആൻസറായിട്ട് ചെയ്യേണ്ടത്. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദർ ഈസ് സംതിങ് ദാറ്റ് ഡസൻ ലവ് എ വാൾ? എന്തുകൊണ്ടാണ് നമ്മുടെ കവി പറയുന്നത് ഈ മതിലിനെ ഇഷ്ടപ്പെടാത്ത എന്തോ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? ഓക്കെ, അത് നിങ്ങളൊന്ന് എഴുതണം. സ്വന്തമായിട്ട് എഴുതിയാൽ മതി. നോക്കിയത് പലരും ഞാൻ വായിക്കാറുണ്ട്, പലതും വായിക്കുന്ന സമയത്ത് നോക്കി എഴുതിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നോക്കി എഴുതണ്ട, സ്വന്തം ഭാഷയിൽ എഴുതിക്കോ. നിങ്ങൾക്കുള്ളത് ഞാൻ വേറെ എഴുതി തരാം. വൈ ഡസ് ദ പോയറ്റ് മീറ്റ് ഹിസ് നൈബർ ബിയോണ്ട് ദ ഹിൽ അറ്റ് സ്പ്രിങ്? എന്തിനാണ് സ്പ്രിങ് സീസൺ ആകുമ്പം നമ്മുടെ കവി അയൽവാസിയെ, ആ മലകൾക്കപ്പുറത്തുള്ള അയൽവാസിയെ പോയിട്ട് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ ഡസ് ദ പോയറ്റ് ആൻഡ് ഹിസ് നൈബർ മെൻഡ് ദ ഗ്യാപ്സ് ഇൻ ദ വാൾ? എങ്ങനെയാണ് കവിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും മതിലുള്ള ഗ്യാപ്പുകൾ റിപ്പയർ ചെയ്യാറുള്ളത് എങ്ങനെയാണ്? വൈ ഡസ് എ പോയറ്റ് ആർഗ്യൂ ദാറ്റ് ദർ ഈസ് നോ നീഡ് ഓഫ് വാൾ ഇൻ ബിറ്റ്വീൻ ഹിസ് എസ്റ്റേറ്റ് ആൻഡ് ദാറ്റ് ഓഫ് ഹിസ് നൈബർ?
എന്തുകൊണ്ടാണ് കവി വാദിക്കുന്നത് അയാളുടെയും അയാളുടെ അയൽവാസിയുടെയും തോട്ടങ്ങൾക്ക് നടുവിൽ ഒരു മതിലിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കാനുള്ള കാരണം എന്താണ്? ഹൗ ഡസ് നൈബർ ജസ്റ്റിഫൈ ദ നീഡ് ഫോർ എ വാൾ ഓർ ഫെൻസസ്? എങ്ങനെയാണ് അയൽവാസി ഈ മതിലിൻ്റെ ആവശ്യകതയെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? വൈ ഡസ് എ പോയറ്റ് കൺസിഡർ ദ സ്പ്രിംഗ് സീസൺ മിസ്ചീവസ്? എന്തുകൊണ്ടാണ് സ്പ്രിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വസന്തകാലം വളരെ മിസ്ചീവസ് ആണ്, കുസൃതി നിറഞ്ഞതാണ് എന്ന് പറയാൻ എന്താ കാരണം? വാട്ട് ആർ ദ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പ്രസൻറ്റഡ് ഇൻ ദ പോയം? എന്തൊക്കെ വൈരുദ്ധ്യങ്ങളായ കാഴ്ചപ്പാടുകൾ, അതായത് അയൽവാസിയുടെയും കവിയുടെയും വൈരുദ്ധ്യങ്ങളായ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് കവിതയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? രണ്ടും വൈരുദ്ധ്യമാണ്. ഒരാൾ മതിലിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റാൾ മതിലിനെ എതിർക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് അവസാനത്തിൽ അയച്ചു തരണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലരും ഇപ്പോഴും എൻ്റെ ക്ലാസ്സുകൾ കാണുകയോ അല്ലെങ്കിൽ നോട്ട്സുകൾ അയക്കുകയോ ചെയ്തിട്ടില്ല. അത്തരക്കാർക്ക് ഇനി ഞാൻ തീരുമാനിച്ചത് ഇനി ഒരു ക്ലാസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ക്ലാസ്സുകൾ കേട്ട് റെസ്പോണ്ട് അയക്കുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ ക്ലാസ്സുകൾ നൽകൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പേഴ്സണലായിട്ട് ക്ലാസ്സുകൾ അയക്കുകയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.